ഇന്നിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് MI43 FHD ടിവിയുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അത് റിപ്പയറബിൾ അല്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് കാണാം. ഇതൊരു FHD 43 MIയുടെ TV ആണ്, LED TV ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് ചെറിയൊരു ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഡിമ്മായി വീണ്ടും ബ്രൈറ്റായി അങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഇത് മുമ്പ് ഇതുപോലെ ഫ്ലിക്കറിംഗ് ആയിട്ട് ഒരു തവണ റിപ്പയർ ചെയ്തതാണ്. ഇതിങ്ങനെ സ്ക്രീൻ ഷിവറിംഗ് ആയിട്ട് ഇങ്ങനെ റിപ്പയർ ഒരു തവണ ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലൊക്കെ ചെറിയതായിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഒന്ന് ഡിമ്മായി പോകുന്നത് കാണാം. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇൻറ്റേർണലി വരുന്ന ഷോട്ടുകൾ കൊണ്ട് പിക്സലിന് ഷോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാറുള്ളത്. അപ്പോൾ ആൾറെഡി ഇത് വൺസ് റിപ്പയർ ചെയ്തുകൊണ്ട് ഇനി അത് റിപ്പയറബിൾ അല്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏത് ഡിസ്പ്ലേ ഇടണം, അത് ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ എങ്ങനത്തെ ടി വിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ടി വിക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇടത് സൈഡിലുള്ള കോർണർ സൈഡിലാണ് കൂടുതലായിട്ടും ഈ ഒരു ലൈറ്റ് ഡിമ്മാവും നമുക്ക് കൂടുതൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. എല്ലാ സൈഡിലും ഉണ്ട്, പക്ഷേ കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ഇടത് സൈഡിലും അതുപോലെ ടോപ്പ് സൈഡിലൊക്കെ ആയിട്ടാണ് കൂടുതൽ കാണുന്നുള്ളത്. അതായത് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ആയി പോകും, വീണ്ടും ബ്രൈറ്റ് ആയിട്ട് വരും. അതാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല, എങ്കിലും ഒന്ന് പറയുകയാണ്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മാറുന്നു, എന്തുകൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല? അപ്പോൾ അത് ആൾറെഡി പറഞ്ഞു, ഡിസ്പ്ലേയിൽ ഇന്ത്യയിൽ വരുന്ന ഷോട്ടുകൾ നമുക്കത് ഒരു പരിധി വരെ മാത്രമേ റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആൾറെഡി ചെയ്തുകൊണ്ട് ഇനി രണ്ടാമത് വന്ന സ്ഥിതിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഫുള്ളായിട്ട് ഡിസ്പ്ലേ മാറണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു മോഡലിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് LG എന്ന ബ്രാൻഡിൻ്റെ 43യുടെ ഫുൾ HD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 4 വർഷത്തിൽ കൂടുതൽ ലൈഫ് കിട്ടിയിട്ടുണ്ട്, 4-5 വർഷത്തോളം കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈ ഒരു കാറ്റഗറിയിൽ കുറച്ചുകൂടെ നല്ലത് BOE ആണ് ഇപ്പോൾ നിലവിലുള്ളത്. LG മോശമാണെന്നല്ല, LGയുടെ 32 ഇഞ്ചുള്ള ഒരുപാട് ടിവികൾ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോശമാണെന്നല്ല, പക്ഷേ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്നത് BOE എന്ന ബ്രാൻഡിനാണ്. BOE ആണ് നമ്മൾ കൂടുതലായിട്ടും വീഡിയോസിനത് ചെയ്തിട്ടുള്ളത്, ആ പാനലാണ്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് ഇരിക്കുന്ന LG പാനൽ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഡിസ്പ്ലേ മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇടുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള LGയോ അല്ലെങ്കിൽ BOE തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ കുറഞ്ഞ പാനലുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിടാതെ ഈ ഒരു ഡിസ്പ്ലേന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള BOE അല്ലെങ്കിൽ LG തന്നെ ഉപയോഗിച്ചു എങ്ങനെയായാലും ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷത്തിൽ കൂടുതൽ എന്തായാലും ലൈഫ് കിട്ടും. BOE ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ എന്തായാലും കിട്ടും. അപ്പോൾ ഇനി വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ബോർഡോ അല്ലെങ്കിൽ ആൾറെഡി വൺസ് വേറെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയുടെ റിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ടി വിയിൽ ചെയ്യുന്നത് ഡിസ്പ്ലേ മാത്രമാണ് മാറുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പൈസ അല്ലെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 10,500 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ആലോചിക്കുക. അപ്പോൾ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ടി വിക്കകത്ത് ഡിസ്പ്ലേ മാറുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ശേഷം ഇടാൻ പോകുന്ന പാനലിന് 3+3 കോഫാണ്, അതായത് 6 കോഫാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന LGക്ക് 2+2, മൊത്തം 4 കോഫാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ബോഡിക്കകത്ത് നമുക്ക് 3+3 ഇടാം, അതുപോലെ 2+2 വരുന്ന പാനലും ഇടാൻ പറ്റും. അതുകൊണ്ടാണ് ആ ബോഡി അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇടാൻ പോകുന്നത് BOE FHDയുടെ 3+3 കോഫ് വരുന്ന ഡിസ്പ്ലേയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. പുതിയ ഡിസ്പ്ലേ ഇടുന്നതിന് മുമ്പ് അതിനകത്തുള്ള ഒരു ഷീറ്റിലൊക്കെ ഉള്ള പൊടി ഡസ്റ്റിങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ചില സമയത്ത് അഴിക്കുമ്പോൾ ആ ഫ്രെയിമിലുള്ള പൊടിയൊക്കെ അതിനകത്തോട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഡിസ്പ്ലേ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾക്കൂടെ കാണാം, അത് വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. വേറെ നമുക്ക് കട്ടിങ്ങോ വേറെ മോഡിഫിക്കേഷനോ ഒന്നും ആവശ്യമില്ല. ചില വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, താഴെ വരുന്ന ചില പ്ലാസ്റ്റിക്കിനൊക്കെ തടസ്സമുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടി വിക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് ടി വിക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവല്ലാതെ ഒരിക്കലും റെഡ്യൂസ് ഒരിക്കലും വരില്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത BOE എന്ന പാനലിലെ ഡീകോൺ ബോർഡ്. നേരത്തെ ഉണ്ടായിരുന്ന LGയുടെ അതേ സപ്ലൈ സൈഡ് തന്നെയാണ്, അല്ലെങ്കിൽ അതേ കണക്ടർ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന LVDS കേബിൾ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ചില ടി വികളിൽ നമ്മൾ പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ, അതായത് 12 വോൾട്ട് വരുന്ന സൈഡ് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് നമ്മൾ കൺവേർഷൻ ബോർഡ് അല്ലെങ്കിൽ സപ്ലൈ കൺവേർട്ട് ചെയ്യുന്ന ബോർഡുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ കേബിൾസൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഈ പുതിയ ടീക്കോൺ ബോർഡിനകത്തോട്ട് നേരത്തെ ഉണ്ടായിരുന്ന LVDS കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും. ഒരേ സൈഡ് തന്നെയാണ് സപ്ലൈ വരുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു പാനലിൽ നിന്ന് ടീക്കോൺ ബോർഡിലോട്ടുള്ള FFC കേബിൾ 2 കണക്ട് ചെയ്തു. ശേഷം നേരത്തെ ഉണ്ടായിരുന്ന അതേ LVDS കേബിൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അത് സെയിം കണക്ടർ ആയതുകൊണ്ട് നമുക്ക് വേറെ കേബിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ ചില ടി വികളിൽ ഈ ഒരു FFC കേബിളുകൾ കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ വേറെ പിന്നെ തൊട്ട് മേലെ എന്തെങ്കിലും കാരണം കൊണ്ട് മാറിയിരിക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡിസ്പ്ലേക്കോ അല്ലെങ്കിൽ ടീക്കോൺ ബോർഡത്തൊക്കെ
പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓൺ ആക്കുന്നത്. നമ്മുടെ കാണാൻ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് പിന്നുകളെല്ലാം കറക്റ്റ് സൈഡിലാണോ അലൈൻ ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഓൺ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ എഫ് കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ടി വി ഒന്ന് ഓൺ ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ കാണാം MIയുടെ ലോഗോ ഒക്കെ വന്നു. ഇവിടെ മാപ്പിങ്ങോ അതുപോലെ വേറെ ഡുവൽ പിക്ചറോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഡയറക്റ്റ് തന്നെ കണക്ട് ചെയ്തപ്പോൾ തന്നെ പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു മോഡിഫിക്കേഷൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല. സെയിം NFC കേബിൾ, അതായത് LVDS കേബിൾ തന്നെയാണ് മദർ ബോർഡിൽ നിന്ന് T-Con യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാനൽ മാത്രമാണ് മാറിയുള്ളൂ, വേറെ ഒരു പാരാമീറ്റേഴ്സും ഒരു ചേഞ്ചും ഒന്നും വരുത്തിയിട്ടില്ല. ഇതിൽ കാണാം പിക്ചർ കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്, ആ ഒരു ഹോം സ്ക്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ആ T-Con ബോർഡ് ആ ഒരു ബോർഡിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വീഡിയോസിലും ഇത് എടുത്തെടുത്ത് പറയുന്നതാണ്. കാരണം അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ഇളകി വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ബോഡി എന്ന് പറയുന്നത് TV വർക്ക് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചൂടാകുമ്പോൾ അത് ഇളകി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇളകി വരും. അപ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലോട്ട് പോകാൻ കാരണമാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെയാണ് അത് എല്ലാ T-Con ബോർഡുകളും ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലേസ് ചെയ്യാറുള്ളത്. പിന്നെ ചിലർക്ക് തോന്നാം ഈ ചാനലിൽ ഏറ്റവും കൂടുതലുള്ളത് പാനൽ മാറുന്നതും അപ്ഗ്രേഡ് ചെയ്യുന്നതുള്ള റിപ്പയറിങ്ങിൻ്റെ ഒന്നും ഇല്ല എന്നുള്ള ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡിസ്പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചാനലിൽ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിസ്പ്ലേ ഏതാണ് നല്ലത്, എങ്ങനെ അത് മാറാം, ഏതാണ് യൂസ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുന്നു വിചാരിക്കുന്നു. എല്ലാ കംപ്ലയിൻറ്റുകളും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ലെന്നല്ല. അങ്ങനത്തെ കംപ്ലയിൻറ്റിലൊക്കെ നമ്മൾ ആദ്യ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ കംപ്ലയിൻറ്റ് റിപ്പയർ ചെയ്യാം, ഏതൊക്കെ ലാസ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തൊട്ടുമുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം TV ബൂട്ടിംഗ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടുള്ള TV ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഒരു കാര്യം കൂടെയാണ് ഈ വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ TVകൾ വാങ്ങിക്കുമ്പോൾ ഹാർഡായിട്ടുള്ള പാനലുകളും അതുപോലെ നല്ല കട്ടിയുള്ള പാനലുകളും വാങ്ങാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഡിസ്പ്ലേ ആയിരിക്കും എപ്പോഴും ലൈഫ് കൂടുതലുണ്ടാവുക. ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള BOE പാനൽ ഹാർഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പറഞ്ഞറിയിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഹാർഡ് പാനൽ, അല്ലെങ്കിൽ അതുകൊണ്ട് പിക്ചറിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേ മാറി നമ്മൾ BOEയുടെ ഹാർഡ് പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പിക്ചർ ക്വാളിറ്റി എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഡാർക്ക് വരും, അതായത് ലൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ പിക്ചർ ഇല്ലാത്ത ഏരിയയിൽ ഫുൾ ബ്ലാക്ക് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന VA പാനൽസിനൊക്കെ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഈ ഓൺലൈൻ TVകളിലൊക്കെ വരുന്നത് VA പാനൽസിൽ അവിടെ ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് കാണുക. പക്ഷേ ഇവിടെ അത് പ്യുവർ ബ്ലാക്ക് ആണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്തെങ്കിലും പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.